ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകമൊരുക്കി CPIM. 2015 ജൂൺ 6-ന് പാനൂർ തെക്കുമുറിയിലെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷൈജുവിനും സുബീഷിനുമാണ് പാർട്ടി മന്ദിരം നിർമ്മിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്മാരകം ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2015 ജൂൺ മാസം 6-ാം തീയതി കണ്ണൂർ പാനൂരിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സുബീഷ്, ഷൈജു. ഇവർക്ക് പ്രത്യക്ഷമായി പാർട്ടിയുമായി, അതായത് CPIM-വുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നായിരുന്നു ആ ഘട്ടത്തിൽ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരണം നടത്തിയത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അവർക്ക് 2 പേർക്കും സ്മാരക മന്ദിരം ഒരുങ്ങുകയാണ്. അടുത്ത ബുധനാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതായത് ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷമായി ഈ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ ഇവരെല്ലാം പാർട്ടി തള്ളിപ്പറയുന്നു. പിന്നീട് ഇവരെല്ലാം ചേർത്തു നിർത്തുന്നു എന്നതാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. പാർട്ടി ആദ്യമായല്ല ഇത്തരം സംഭവങ്ങളിൽ പങ്കാളിയാവുന്നത്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തന്നെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഏറ്റവും അവസാനം പാനൂരിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനം, കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുള്ള ഷെറിൽ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി ബന്ധമില്ല എന്നുള്ളതായിരുന്നു CPM നേതാക്കളുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണം. പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ് പാർട്ടി സഖാക്കളെ തന്നെ അടിച്ച കേസിലെ പ്രതികളാണ്. പാർട്ടി സഖാക്കളെ തന്നെ മർദ്ദിച്ച കേസിൽ കോടതിയിൽ ഇപ്പോഴും നിലവിൽ കേസുണ്ട്. ഞങ്ങൾ ഒരു സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് തുടങ്ങിയവരെല്ലാം തന്നെ സമാനമായ പ്രതികരണങ്ങളാണ് നടത്തിയത്. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അവിടെ ആർക്കെതിരെയാണ് കലാപം നടത്താനുള്ളത്? LDF-ലെ പ്രമുഖ കക്ഷിയാണല്ലോ CPIM. ആ CPIM-ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് യാതൊരു ആശങ്കയും ആ മണ്ഡലത്തിലില്ല. എന്നാൽ പുറത്തു വന്ന തെളിവുകൾ പ്രത്യക്ഷമായ ഈ പ്രതികളുടെ കൊല്ലപ്പെട്ട ഷെറിലിൻ്റെ ഉൾപ്പെടെ പാർട്ടി ബന്ധം വെളിവാക്കുന്നതായിരുന്നു. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി, CPM-ന്റെ ലോക്കൽ വളണ്ടിയർ ക്യാപ്റ്റൻ, യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം പ്രതികളായി വരുന്നു. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ പാർട്ടി തള്ളിപ്പറയുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെയെല്ലാം ചേർത്ത് നിർത്തുന്ന സമീപനവുമാണ് CPM സ്വീകരിക്കുന്നതെന്നാണ് ഇത്തരം സംഭവങ്ങളിലൂടെയെല്ലാം തെളിയുന്നത്. അതുകൊണ്ട് തന്നെ CPM ഈ വിഷയത്തിൽ വളരെയധികം പ്രതിരോധത്തിലാവുകയാണ്. വലിയ തോതിൽ രാഷ്ട്രീയപരമായി തന്നെ വിവാദത്തിലകപ്പെടുകയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം CPM-നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഈ പാനൂരിലെ സുബീഷിൻ്റെയും ഷൈജുവിൻ്റെയും സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. CPM രാഷ്ട്രീയപരമായി കൂടുതൽ പ്രതിരോധത്തിലാവുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. പ്രത്യക്ഷമായി പാർട്ടി ബന്ധമില്ലെന്ന് പറഞ്ഞ് എത്ര തന്നെ മാറ്റി നിർത്തിയാലും അവരെയെല്ലാം ചേർത്തു നിർത്തുന്ന സമീപനത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പാനൂരിലെ സുബീഷിൻ്റെയും ഷൈജുവിൻ്റെയും സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിലൂടെ വ്യക്തമാവുന്നത്. അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.